ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വെറും കാർഡ്ബോർഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വാൾ ഡെക്കോറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ വാൾ ഡെക്കോർ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ വാൾ ഡെക്കോർ. ഇത് നമ്മൾ ക്യാൻവാസിൽ ഉണ്ടാക്കിയേക്കുന്നതല്ല, വെറും കാർഡ്ബോർഡ് പീസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊക്കെ നമ്മൾ കണ്ടോ, നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വോളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കാർഡ്ബോർഡ് പീസാണെന്ന് ആരും പറയത്തില്ല, ക്യാൻവാസിൽ ചെയ്തതായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള വാൾ ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് വേണം. നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ ആ വലുപ്പത്തിലുള്ള കാർഡ്ബോർഡ് പീസ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ജൂട്ട് ത്രെഡാണ്. ജൂട്ട് ത്രെഡ് വെച്ച് നമ്മൾ കാർഡ്ബോർഡ് പീസ് ഫുൾ കവർ ചെയ്യുവാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഗ്ലാസ് ജെംസ്. നമ്മുടെ ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ രാശിക്കായാണ് ഓർമ്മ വരുന്നത്. അതുപോലത്തെ ഡിസൈൻസ് ഒക്കെയാണ് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ അടിപൊളി വാൾ ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അത് ഇതിൽ കാണുന്ന പോലെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനത്തെ കാർഡ്ബോർഡ് ബോക്സ് എടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് നല്ല വലുപ്പത്തിലുള്ള കാർഡ്ബോർഡ് ബോക്സ് എടുത്താൽ അത്രയും വലുപ്പത്തിലുള്ള നമുക്ക് ഡെക്കോർ കിട്ടും, വാൾ ഡെക്കോർ. എന്നിട്ട് ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമുള്ള ആ ഫ്രെയിംസ് തമ്മിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് നല്ല കട്ടിയിൽ കിട്ടും നമുക്കിതിൻ്റെ ഫ്രെയിം. ഇനി വീണ്ടും ഇതിന് നല്ലൊരു സ്ട്രെങ്ത്തും വിഡ്ത്തും കിട്ടാനായിട്ട് അതിൻ്റെ ആ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഈ ഫ്രെയിം. പെട്ടെന്ന് എവിടെയെങ്കിലും തട്ടിയാലും മുട്ടിയാലൊന്നും അങ്ങനെ ഇത് ചീത്തയായി പോകത്തൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇതുപോലെ നമ്മൾ 4 ബോർഡറിലും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുവാണ്. ഇത് ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഒട്ടിച്ചാൽ മതി, നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നത്. പക്ഷേ ഈ ഫ്രെയിം നമ്മുടെ ഒരു സ്ക്വയർ ഷേപ്പല്ല കേട്ടോ, ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ജൂട്ട് ത്രെഡ് നമ്മൾ ഈ രീതിയിലാണ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നത് കേട്ടോ. അതിങ്ങനെ ആ ഒരു ചുറ്റുമായിട്ട് ആ സർക്കുലർ ഷേപ്പിൽ അങ്ങ് ഗ്ലൂ ഗൺ വെച്ച് അങ്ങ് ഒട്ടിച്ച് പോയാൽ മതി. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. പിന്നെ നമ്മൾ ഈ ജൂട്ട് ത്രെഡ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ലുക്കാണ് കേട്ടോ, ഈ ജൂട്ട് ത്രെഡിൻ്റെ ആ ഒരു കളറും ഒക്കെ. വേണമെങ്കിൽ നമുക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മീതെ നമുക്ക് ഇഷ്ടമുള്ള കളർ, നമുക്ക് എന്തെങ്കിലും കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ ആ രീതിയിൽ കളർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചിട്ട് അതങ്ങനെ തന്നെ വെട്ടിക്കുവാണ്. അതിൻ്റെ ആ നാച്ചുറൽ കളർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഫുൾ ഇതിൻ്റെ ഒരു സൈഡ് മൊത്തം നമ്മൾ ഇതുപോലെ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഗ്യാപ്പില്ലാത്ത രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ ബോട്ടിലൊക്കെ ഇതുപോലെ നമ്മൾ ഈ ത്രെഡ് ചുറ്റുമ്പോൾ അങ്ങ് ചുറ്റി പോയാൽ മതി, അതങ്ങനെ ഗ്യാപ്പ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ നമ്മളിതുപോലത്തെ ഫ്ലാറ്റായിട്ടുള്ള സർഫസിൽ ഒട്ടിച്ചൊട്ടിച്ച് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. അപ്പം തീരെ ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് നമ്മളിത് ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ആ ഒരു സർക്കിൾ ഏകദേശം കംപ്ലീറ്റായി. ഈ ഫ്രെയിമിൻ്റെ 4 സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഇനി ബാക്കിയുണ്ട്. അവിടെ നമ്മളിതുപോലെ ഈ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചിട്ട് എൻ്റെ എത്തുമ്പോൾ കണ്ടോ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ അങ്ങനെ നമ്മൾ ജൂട്ട് ത്രെഡ് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ 4 ബോർഡറുകളും നമ്മൾ ഇതുപോലെ കണ്ടോ 3 ജൂട്ട് ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മെടയാന്ന് പറയത്തില്ലേ, മുടിയൊക്കെ മെടയുന്ന പോലെ അതുപോലെ ഇത് മെടഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയിലൊരു ഡിസൈൻ കിട്ടും നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുമരിൽ വാൾ ഡെക്കോറായിട്ട് വെച്ച് കഴിഞ്ഞാലും കാർഡ്ബോർഡാണെന്ന് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ. നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴായാലും നമുക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു ഡിസൈൻ, ലേസ്, എന്തെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം, ലേസോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജൂട്ട് ത്രെഡും കൊണ്ട് തന്നെയുള്ളതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് കണ്ടോ ഗ്ലാസ് ജെംസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിയിട്ട് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരുവിധം നന്നായിട്ട് നമ്മൾ ഗ്ലൂ തേക്കണം കേട്ടോ. എന്നാലാണ് അത് ഇത്തിരി നമ്മൾ ഗ്ലാസ് കൊണ്ടായതുകൊണ്ട് തന്നെ ഇതിന് നല്ല കനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിയിരിക്കണമെങ്കിൽ
ഒരുവിധം നന്നായിട്ട് ഗം വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതും ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലായതുകൊണ്ട് നടുക്ക് ഒരു സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റായിട്ട് അങ്ങ് ഒട്ടിച്ചു പോയാൽ മതി. പിന്നെ നമ്മളിപ്പോൾ നടുക്കൊരു സർക്കിൾ ഷേപ്പ്, ഒരു സ്മോൾ സർക്കിൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ടോ, ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊരു ഔട്ടർ സർക്കിൾ 2 ലെയർ ഈ ജെംസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ സർക്കിൾ അറിയാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഈ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുത്തേക്കുന്ന ആ ഒരു ലൈൻ നോക്കി അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഈ ജെംസ് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ 2 ലെയറും ഔട്ടർ സർക്കിളിലെ 2 ലെയറും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു പോകണം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കളർ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഗ്രീനും ഓറഞ്ചും യെല്ലോയും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ആ സർക്കുലർ ഭാഗത്ത് നമ്മൾ ഗ്രീൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഔട്ടർ സർക്കിളിൽ നമ്മൾ എല്ലാ കളേഴ്സും കമ്പൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് എല്ലാം. ഇനി നമുക്ക് ഇതാ ഈ വാൾ ഡെക്കോർ വാളിൽ ഹാങ് ചെയ്യാനായിട്ട് നമുക്കിതിനകത്തൊരു ഹൂക്ക് പോലെ എന്തെങ്കിലും ഒന്ന് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ റെഡിയായി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.